2026 മാർച്ച് 3 സിറാജ് എഡിറ്റോറിയൽ തുറന്ന ജയിലുകൾ വ്യാപകമാക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലും തുറന്ന ജയിലുകൾ സ്ഥാപിക്കാനും ഈ സംവിധാനം നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപകമാക്കാനും നിർദ്ദേശിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. തടവുകാരുടെ ക്രമാതീതമായ വർധന മൂലം രാജ്യത്തെ ജയിലുകളിൽ നേരിടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുക, തടവുകാരിൽ മാനസിക പരിവർത്തനം സൃഷ്ടിക്കുക, ജയിലുകളുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യത്തിലാണ് തുറന്ന ജയിലുകൾ വിപുലമാക്കാൻ ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ നിർദ്ദേശം. ഉയർന്ന മതിലുകളും കടുത്ത നിരീക്ഷണ സംവിധാനങ്ങളുമില്ലാതെ തടവുകാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നവയാണ് തുറന്ന ജയിലുകൾ. അവരെ മുറികളിൽ അടച്ചിടാതെ സമൂഹത്തിന്റെ ഭാഗമാക്കി നല്ല പൗരന്മാരാക്കി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ 19-ാം നൂറ്റാണ്ടിലാണ് തുറന്ന ജയിൽ ആശയം ലോകത്ത് ഉരുത്തിരിഞ്ഞു വന്നത്. 1933 ഇംഗ്ലണ്ടിലാണ് ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിതമായത്. ഇന്ത്യയിൽ 1952 ഉത്തർപ്രദേശിലെ വാരണാസിക്ക് സമീപമുള്ള ചാക്കിയ എന്ന പ്രദേശത്താണ് ഈ സംവിധാനം ആദ്യം പരീക്ഷിക്കപ്പെട്ടത്. ചന്ദ്രപ്രഭ അണക്കെട്ട് നിർമ്മാണത്തിന് തടവുകാരെ ഉപയോഗപ്പെടുത്താനായി അന്നത്തെ UP മുഖ്യമന്ത്രി സമ്പൂർണാനന്ദ് ആയിരുന്നു ഇത് സ്ഥാപിച്ചത്. പിന്നീട് ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയത് രാജസ്ഥാനാണ്. 40ഓളം തുറന്ന ജയിലുകൾ പ്രവർത്തിക്കുന്നുണ്ട് രാജസ്ഥാനിൽ. സാമ്പത്തികമായി സർക്കാരിന് നേട്ടവുമാണ് തുറന്ന ജയിലുകൾ. അടഞ്ഞ ജയിലുകളിൽ സുരക്ഷാ സംവിധാനത്തിലും തടവുകാരുടെ പരിപാലനത്തിനും നല്ലൊരു തുക ചെലവിടേണ്ടി വരുമ്പോൾ തുറന്ന ജയിലുകളിൽ ചെലവ് വളരെ കുറവാണ്. ഇക്കാര്യം സുപ്രീം കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടുകയുമുണ്ടായി. രാജസ്ഥാനിൽ സാധാരണ ജയിലിൽ ഒരു തടവുകാരന് സർക്കാർ പ്രതിമാസം 3000 രൂപ വീതം ചെലവിടേണ്ടി വരുമ്പോൾ തുറന്ന ജയിലിൽ 50 രൂപ മാത്രമാണ് ചെലവ്. തുറന്ന ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരിൽ കുറ്റകൃത്യങ്ങളുടെ ആവർത്തനം കുറവാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. എല്ലാ തടവുകാർക്കും ലഭ്യമല്ല തുറന്ന ജയിൽ. സാധാരണ ജയിലിൽ ദീർഘകാല തടവിനു ശിക്ഷിക്കപ്പെട്ടവരെ നിരീക്ഷിച്ച് അപകടകാരിയല്ലെന്ന് ബോധ്യപ്പെട്ടവരെ മാത്രമേ തുറന്ന ജയിലിൽ പാർപ്പിക്കുകയുള്ളൂ. ജയിലിൽ അച്ചടക്കം പാലിക്കുകയും ജീവനക്കാരോടും സഹതടവുകാരോടും മാന്യമായി പെരുമാറുകയും ചെയ്തവരെയാണ് പരിഗണിക്കുന്നത്. കുറ്റം ചെയ്തതിൽ പശ്ചാത്തപിക്കുന്നവരും പൊതുസമൂഹത്തോടൊപ്പം ജീവിക്കാൻ താൽപ്പര്യമുള്ളവരും ജോലികൾ ചെയ്യാനുള്ള ശാരീരിക ക്ഷമതയുള്ളവരുമായിരിക്കണം അപകടകാരികളായ കുറ്റവാളികൾ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളവർ, മയക്കുമരുന്ന് കേസ് പ്രതികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ക്രൂരമായ അതിക്രമം നടത്തിയവർ തുടങ്ങിയവരെ തുറന്ന ജയിലിലേക്ക് മാറ്റാറില്ല. തടവുകാർക്ക് കുടുംബത്തോടൊപ്പം താമസ സൗകര്യം നൽകുന്ന ഫാമിലി ക്വാർട്ടേഴ്സ് സംവിധാനമുള്ള ജയിലുകളുമുണ്ട് രാജ്യത്ത്. രാജസ്ഥാനിലെ സാങ്കനേർ, മധ്യപ്രദേശിലെ ലക്ഷ്മിപൂർ, മഹാരാഷ്ട്രയിലെ യർവാഡ ഓപ്പൺ ജയിലുകളിലെല്ലാം ഫാമിലി ക്വാർട്ടേഴ്സ് സംവിധാനവുമുണ്ട്. ഇവിടെ തടവുകാർക്ക് പുറത്ത് ജോലി ചെയ്യുകയും കുട്ടികളെ സ്കൂളിൽ അയച്ച് സാധാരണ ജീവിതം നയിക്കുകയും ചെയ്യാം. ഈ സ്വാതന്ത്ര്യം സ്വയം നിയന്ത്രണവും ഉത്തരവാദിത്വബോധവും വളർത്തുകയും ചെയ്യുന്നു. കേരളത്തിൽ തിരുവനന്തപുരം നെട്ടുക്കാൽത്തേരിയിലും തൃശൂർ വിയ്യൂരിലും കാസർഗോഡ് ചീമേനിയിലും തുറന്ന ജയിലുകളുണ്ടെങ്കിലും തടവുകാർക്ക് കുടുംബത്തോടൊപ്പം സ്ഥിരമായി താമസിക്കാനുള്ള ഫാമിലി ക്വാർട്ടേഴ്സ് സംവിധാനം നിലവിലില്ല. രാജ്യത്ത് മിക്ക സംസ്ഥാനങ്ങളിലും വിചാരണ തടവുകാരുടെ വർധന മൂലം ജയിലുകളിൽ ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതൽ ആളുകളെ പാർപ്പിക്കേണ്ടി വരികയും ഇത് സംഘർഷത്തിനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തുറന്ന ജയിലുകളാണ് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്നത്. 2018 സുപ്രീം കോടതി നിയമിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി അമിതാഭ റോയ് അധ്യക്ഷനായ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ തുറന്ന ജയിലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ എന്നതിനൊപ്പം സമൂഹത്തിന്റെ സുരക്ഷ കൂടിയാണല്ലോ ജയിലുകളുടെ ലക്ഷ്യം. കൂറ്റൻ മതിലുകൾ ഉയർത്തിയതുകൊണ്ടായില്ല, തടവുപുള്ളികളുടെ മനസ്സുകളിലെ കുറ്റവാസന തുടച്ചു നീക്കുക കൂടി ചെയ്തെങ്കിലേ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനാകുകയുള്ളൂ. തുറന്ന ജയിലുകളുടെ അന്തരീക്ഷം ഇതിന് സഹായകമാണ്. പുറത്തുപോയി ജോലി ചെയ്യാനുള്ള അനുമതി തടവുകാരിൽ തങ്ങൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്നവരാണെന്ന ബോധ്യം വളർത്തുന്നു. കുടുംബത്തോടൊപ്പം കഴിയുമ്പോൾ സമൂഹത്തിലെ മര്യാദകളോടും നിയമങ്ങളോടും ബഹുമാനം വർദ്ധിക്കും. അടച്ചിട്ട ജയിലുകളിലെ ഒറ്റപ്പെടൽ ഇല്ലാത്തതിനാൽ മാനസികാരോഗ്യം വളരാനും സഹായിക്കുന്നു തുറന്ന ജയിലുകൾ. ഈ പറഞ്ഞ നേട്ടങ്ങളത്രയും ജയിൽ ജീവനക്കാരുടെ പെരുമാറ്റത്തെ കൂടി ആശ്രയിച്ചാണ് സാധ്യമാകുന്നത്. തടവുകാരെ കുറ്റവാളിയായി മാത്രം കാണാതെ സുഹൃത്തിനെ പോലെ കാണാനും മനുഷ്യത്വപരമായി പെരുമാറാനും ജീവനക്കാർക്ക് സാധിക്കണം.
തുറന്ന ജയിലുകളിലേക്ക് നിയമിക്കപ്പെടുന്ന ജീവനക്കാർക്ക് പ്രത്യേക മനഃശാസ്ത്ര പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ്. പല ജീവനക്കാരും കാണിക്കുന്ന അടിച്ചമർത്തൽ രീതിയും മൂന്നാം മുറ പ്രയോഗവും ഗുണത്തേക്കാളേറെ ദോഷമേ സൃഷ്ടിക്കുകയുള്ളൂ. ജീവനക്കാരുടെ സ്നേഹവും വിശ്വാസവുമായിരിക്കണം തടവുകാരെ അവിടെ പിടിച്ചു നിർത്തുന്നത്, മതിൽക്കെട്ടുകളായിരിക്കരുത്.